ഇന്ന് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയാറില്ലേ, ഞാൻ എന്ത് ചെയ്യണം, നീ എന്തിനവിടെ പോകണം, ഞാൻ എപ്പോൾ വരണം, ഇങ്ങനെ പറയാറില്ലേ. എപ്പോൾ ചെയ്യണം, വരണം, പോകണം, എന്തിനവളെ വിളിക്കണം എന്നൊക്കെ ചോദിക്കാറില്ലേ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്കിന്ന് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കാം. ഞാൻ എന്തിന് അവിടെ പോകണം, എങ്ങനെ ചോദിക്കും? എന്തിന് അല്ലേ. അപ്പോൾ എന്താണ് എന്തിന് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വൈ ആണ്. സോ വൈ ഷുഡ് ഐ ആണല്ലേ. വൈ ഷുഡ് ഐ ഗോ. അപ്പം ചെയ്യണം, എന്തിന് ചെയ്യണം, ആ ഒരു ചെയ്യണം, പോകണം, വരണം, വിളിക്കണം, അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഷുഡ്. ഓക്കെ, ഷുഡ് യൂസ് ചെയ്താൽ മാത്രമേ അതിൽ അങ്ങനെ ഒരു അർത്ഥം വരുള്ളൂ. സോ യു കെൻ ആസ്ക് വൈ ഷുഡ് ഐ ഗോ, ഞാൻ എന്തിന് പോകണം. ഓക്കെ, ഇനി ചോദിക്കാം, ഞാൻ എപ്പോൾ പോകണം, ഞാൻ ഓഫീസിൽ എപ്പോൾ പോകണം എന്ന് ചോദിക്കണം. എങ്ങനെ ചോദിക്കും? എപ്പോൾ എന്നുള്ളത് എന്താ, വെൻ ആണല്ലേ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൽ എപ്പോൾ, എവിടെ, എന്തിന് എന്നൊക്കെ വരുമ്പം അതായിരിക്കും ഫസ്റ്റ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടേ ഷുഡ് വരുള്ളൂ. ഓക്കെ, സോ വെൻ ഷുഡ് ഐ ഗോ, എങ്ങോട്ടാ? ഓഫീസിലേക്ക് അല്ലേ, ടു ദി ഓഫീസ്. വെൻ ഷുഡ് ഐ ഗോ ടു ദി ഓഫീസ്, ഞാൻ എപ്പോൾ ഓഫീസിൽ പോകണം. ഇനി ചോദിക്കുകയാണ്, ഞാൻ ആരെ വിളിക്കണം, ആരെ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് ഹൂം. അപ്പോൾ എന്ത് പറയാം? ഹൂം ഷുഡ് ഐ കോൾ, ഞാൻ ആരെ വിളിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ചോദിക്കാം, അവൻ എവിടെ എത്തണം എന്നെങ്ങനെ ചോദിക്കും? എവിടെയാണല്ലേ. അപ്പം വേർ ഷുഡ് അവൻ ഹി. സോ വേർ ഷുഡ് ഹി റീച്ച്, അവൻ എവിടെ എത്തണം. ഓക്കെ, ഞാൻ അവളെ എന്ത് വിളിക്കണം എന്നെങ്ങനെ ചോദിക്കും? എന്ത് എന്നുള്ളത് എന്താ? വാട്ട് ഷുഡ് ഐ കോൾ ഹർ, ഞാൻ അവളെ എന്ത് വിളിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിന്, എപ്പോൾ, ആരെ, എവിടെ, എന്ത് ഇതൊക്കെ നോക്കി. ഇനി എങ്ങനെ, അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ നോക്കാം. എങ്ങനെയാണ് എന്നുള്ളത് എന്താ? ഹൗ ആണല്ലേ. ഓക്കെ, ഞാനിത് എങ്ങനെ എഴുതണം, അതെങ്ങനെ ചോദിക്കാം? ഹൗ ഷുഡ് ഐ, എഴുതാന്നുള്ളത് റൈറ്റ് ആണല്ലേ. സോ ഹൗ ഷുഡ് ഐ റൈറ്റ് ദിസ്. ഓക്കെ, അപ്പം ഇനിയും ഷുഡ് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഞാൻ കുറച്ച് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എങ്ങനെ, എവിടെ, എപ്പോൾ എന്ത് ചെയ്യണം, എവിടെ എത്തണം, എങ്ങനെ വിളിക്കണം. അപ്പം ഇതൊക്കെ ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസസ് പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഇനിയും ഷുഡ് വെച്ചിട്ട് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാം. അത് മാത്രമല്ല ഇതിനുള്ള ആൻസേഴ്സ്, ലൈക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതിനെങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഒരു പേഴ്സണൽ മെൻറ്ററിൻ്റെ സഹായത്തോടെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, our contact details are in the description below. Feel free to contact us.